ബോസുകളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ സമയം മുഴുങ്ങിക്കേട്ടത്. അതുമായി ബന്ധപ്പെട്ട ഒരു ടാസ്ക് തന്നെയായിരുന്നു ബിഗ് ബോസിൽ ജയിലിൽ കഴിയുന്ന ജിസേലിനും അതേപോലെ തന്നെ ഒനിയിലിനും ബിഗ് ബോസ് നൽകിയിരുന്നത്. ടാസ്ക് തുടങ്ങി രാവിലെ വരെ ആ ടാസ്ക് നിർത്താതെ കണ്ടിന്യൂസ് ആയി ചെയ്യണം. രാവിലെ ബിഗ് ബോസ് ചോദിക്കുമ്പോൾ സമയം എത്രയായെന്ന് കറക്റ്റായിട്ട് പറയണമെന്നായിരുന്നു ബിഗ് ബോസിൻ്റെ ടാസ്ക്. പക്ഷേ 5 മണിക്കൂറായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒനിയിലും അതേപോലെ തന്നെ ജിസേലും ക്ഷീണിച്ച് അവശരായി. ഇനി വയ്യ ബിഗ് ബോസ്, ഞങ്ങൾ റിലീസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ടാസ്ക് അവസാനിപ്പിച്ച് ജിസേൽ പറഞ്ഞു നമുക്ക് കിടന്നുറങ്ങാം, ഇനി മതി ടാസ്ക് ചെയ്തത്, ഒനിയിൽ നീ കിടന്നുറങ്ങിക്കോ, ഞാൻ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിസേൽ കിടന്നുറങ്ങുന്നുണ്ട്. എന്താണെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെങ്കിലും ബിഗ് ബോസ് പണിഷ്മെൻറ്റ് ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരെയും മോചിപ്പിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ രണ്ടുപേരും ജയിൽ മോചിതരായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഭിലാഷൊന്നും ഉറങ്ങാതെ അവിടെ കാവലിരിക്കുന്നുണ്ടായിരുന്നു. ഷാനവാസ് അവരൊക്കെ കാവലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നത് ജിസേൽ അവരെയൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അനുമോൾ അവരെ പുറത്തു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവർ അകത്തേക്ക് കയറി വരുമ്പോൾ അനുമോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്, വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ എന്ത് റൂൾസ് തെറ്റിച്ച് കഴിഞ്ഞാലും അതിന് ഒരു പനിഷ്മെൻറ്റും ജിസേലിന് കൊടുക്കുന്നില്ല. എന്താണെങ്കിലും ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കാപ്പിപ്പൊടി വിഷയത്തിലെങ്കിലും ജിസേലിന് എന്തെങ്കിലും പനിഷ്മെൻറ്റ് കിട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം. ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയുടെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്.